my dear students, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എക്സാം ഹാളിലോട്ട് നീറ്റ് എക്സാമിന് വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കരുതണം. ഓക്കെ, നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട സാധനങ്ങൾ. ഇനി എന്തൊക്കെ നിർബന്ധമായും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി ചില സാധനങ്ങൾ കൊണ്ടുപോയാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. ഓക്കെ, പലപ്പോഴും നമ്മൾ ന്യൂസസിലൊക്കെ കാണുന്നതാണ്. സോ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. സോ ആ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, നമുക്ക് 100% അറിവുള്ള കാര്യങ്ങളുണ്ട്, എന്നാൽ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങളും തൊട്ടപ്പുറത്തുണ്ട് എന്നുള്ളത് ചിന്തിക്കണം. സോ ഈ ഒരു വീഡിയോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ടിങ് ടു എൻഡ് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഒരു പക്ഷേ നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയ വീഡിയോ ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങളിത് വാച്ച് ചെയ്യുക. സോ നമ്മൾ നേരെ പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഡ്രസ് കോഡിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഷിബ്ലാമം ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ് കോഡിൽ സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, നമുക്കറിയാം ഈ പറയുന്ന പോലെ മെറ്റൽ ഐറ്റംസ് ഒന്നും നമ്മൾ ക്യാരി ചെയ്യരുത്. അത് വളയായിക്കോട്ടെ, മാലയായിക്കോട്ടെ, കമ്മലായിക്കോട്ടെ. അതുപോലെ തന്നെ ഗേൾസിൽ പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ചിലപ്പോൾ നോട്ടീസ് ചെയ്യത്തില്ല. അതായത് ചിലപ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ ഡ്രസ്സിലാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിയുന്നത്, അതുകൊണ്ട് പറയുവാണ്. അതായത് ഈ ഡ്രസ്സിൻ്റെ പലയിടത്തും അവിടെ ഇവിടെയും കുറച്ച് കെട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ എൻഡിലൊക്കെ ഈ പറയുന്ന പോലെ മെറ്റലിൻ്റെ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഡ്രസ്സുകൾ നിങ്ങൾ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കോൺഷ്യസ് ആയിട്ടിരിക്കുക. എൻ്റെ ഈ ഡ്രസ്സിൽ എന്തൊക്കെയാണോ ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അവരകത്തേക്ക് കയറ്റത്തില്ല. സോ ആ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യരുത്. ചിലപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ എന്തെങ്കിലും ഒരു വള്ളിയുടെ എന്തിൻ്റെങ്കിലും അറ്റത്ത് കിടക്കുന്ന ഒരു കുഞ്ഞ് മെറ്റൽ പീസ് ആയിരിക്കാം, എന്തെങ്കിലും മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മൾ മെറ്റലിൻ്റെ പറഞ്ഞു. അതുപോലെ ഗേൾസ് ഹെയർ ബാൻഡ് യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്കവാറും. ഇനി നമുക്കറിയാം സ്ലൈഡ്സും സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മെറ്റൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ മുടി അഴിച്ചിട്ട് പോയേക്കാമെന്ന് വിചാരിക്കരുത്. കാരണം എന്താണെങ്കിൽ നമുക്ക് ആകെ ഓരോ ക്വസ്റ്റ്യൻ ഉള്ളത് കുറച്ച് സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കണ്ണിലോട്ട് മുടി ഇങ്ങനെ വീഴുന്നു, കുറച്ച് കഴിയുമ്പം മുടി കുറച്ച് ഇവിടേക്ക് വരുന്നു. അപ്പം അത് കുറച്ച് നമ്മൾ എന്താ പറയുന്നത് ഡിസ്ട്രാക്റ്റ് ചെയ്യും. നമ്മൾ കാര്യമായിട്ടൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ മുടി നമ്മുടെ മുഖത്തേക്ക് വരുന്നതും. അതുപോലെ എഴുതാൻ അല്ലെങ്കിൽ നമ്മൾ OMR മാർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കാം മുടി നമ്മുടെ കണ്ണിലോട്ട് വരുന്നതൊക്കെ. സോ നിങ്ങൾക്ക് സാധാരണ ഒരു ബണ്ണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതെടുത്തിട്ട് എന്താ പറയുന്നത് ഹെയറൊക്കെ നല്ല പ്രോപ്പറായിട്ട് ടൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എക്സാമിന് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ചെരുപ്പ്, ഷൂസ് നമുക്ക് ഇടാൻ പറ്റത്തില്ല, ഹൈ ഹീൽസ് നമുക്ക് ഇടാൻ പറ്റത്തില്ല, ലോ ഹീൽസ് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഷൂസ് നിങ്ങൾ അഡിക്റ്റ് ആയിരിക്കാം. അപ്പം ആ ഒരു ദിവസം നിങ്ങൾ നീറ്റ് എക്സാമിന് പോകുന്ന ദിവസം ഷൂസ് ധരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഗേൾസ് ഹൈ ഹീൽസ് ഒക്കെ ആയിരിക്കും നിങ്ങൾ ഡെയിലി ഇട്ട് പോകുന്നത്. ബട്ട് ഈവൻ ദോ ഫോർ നീറ്റ് എക്സാം നിങ്ങൾ എന്ത് ചെയ്യണം, എന്താ പറയുന്നത്, ഹൈ ഹീൽസ് ഒന്നും ഇട്ട് പോകരുത്, ലോ ഹീൽസ് ഇട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ചെരുപ്പിലാണെങ്കിലും ഈ പറയുന്ന പോലെ അതിൻ്റെ എവിടെയെങ്കിലും ഒക്കെ ഒരു മെറ്റലിൻ്റെ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചെരുപ്പും നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മുടെ മേജർ നമ്മൾ ഡ്രസ് കോഡ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവിടെ എത്തിച്ചേരണം എന്നുള്ളതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി കൂടുതൽ ഡ്രസ് കോഡിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം. ഇനി നെക്സ്റ്റ് തിങ്, നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ അഡ്മിറ്റ് കാർഡിൽ നമുക്കറിയാം 5, 6, 7 പേജസ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അതിൽ 2 പേജസ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ 2 പേജസ്. ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മുടെ തമ്പ് ഇംപ്രഷനും അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചറും പാരൻസിൻ്റെ സിഗ്നേച്ചറും ഒക്കെ ഇടുന്ന ഒരു ഷീറ്റും ആൻഡ് അതിന് തൊട്ട് പുറകിലുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്ന ആ ഒരു ഷീറ്റും മാത്രം കൊണ്ടുപോയാൽ മതി. ഇനി നിങ്ങൾ മൊത്തം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കി 3 അവിടെ എറിഞ്ഞിട്ടിട്ട് പോകേണ്ടി വരും. ഈ 2 ഷീറ്റ് മാത്രമേ അഡ്മിറ്റ് കാർഡിൻ്റെ 2 പേജസ് മാത്രമാണ് നമുക്ക് അലൗഡ് ആയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് അഡീഷണൽ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം. ആ ഫോട്ടോഗ്രാഫിൻ്റെ പുറകിൽ പേന കൊണ്ട് വരച്ചതോ എഴുതിയതോ ഒന്നും ഉണ്ടാവരുത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഫോട്ടോ എടുത്ത് കൊണ്ടുപോകുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫോട്ടോയുടെ പുറകിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ചിലപ്പം നമ്മുടെ
നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കാം. എന്തെങ്കിലും കാരണവശാൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മഷിയോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചതൊക്കെ ഫോട്ടോയുടെ പുറകിലുണ്ടെങ്കിൽ അതും വളരെയധികം പ്രശ്നമാകും. സോ നിങ്ങളിപ്പം ഒരു ഫോട്ടോയാണ് അവിടെ അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രശ്നമായിട്ട് മാറും. ദെൻ അഫ്കോഴ്സ് വാലിഡ് ID പ്രൂഫ്, ഓക്കെ, ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് തമ്പ് ഇംപ്രഷനൊക്കെ ഉള്ള ഇത് വാലിഡ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് മാൻഡേറ്ററി നിങ്ങൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. ഒന്നുകൂടെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, ആരും ടെൻഷൻ അടിക്കേണ്ട. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തത് നമുക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളാണ്. നമ്മൾ എക്സാമിന് പോകുമ്പോൾ മിക്കവാറും റൈറ്റിംഗ് പാഡൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലേ, കാരണം നമുക്ക് കുറച്ചുകൂടെ മാർക്ക് ചെയ്യാനും എഴുതാനൊക്കെ കംഫർട്ട് റൈറ്റിംഗ് പാഡിൽ വെച്ചിട്ടായിരിക്കും. പക്ഷേ നീറ്റ് എക്സാമിന് നമുക്ക് റൈറ്റിംഗ് പാഡോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈവൻ പെൻ തര വരുന്നത് NTA ആണ്. ഓക്കെ, പെൻ തരുന്നത് NTA ആണ്. അതുകൊണ്ട് പെൻ പോലും നിങ്ങൾക്ക് അകത്ത് കയറ്റാനായിട്ട് പറ്റത്തില്ല. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ലൈക്ക് മൊബൈൽ ഫോണോ പിന്നെ അതുപോലെ നമ്മുടെ ഹെഡ്സെറ്റ് ഒന്നും തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ദെൻ ഇറേസർ, പെൻസിൽ, ഇത്തരം സാധനങ്ങളൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ വാലറ്റ് ആയിക്കോട്ടെ, ഹാൻഡ് ബാഗ് ആയിട്ട് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഓർണമെൻറ്റ്സ്. ഓക്കെ, ഓർണമെൻറ്റ്സ് നിങ്ങൾ ചിലർ നിങ്ങളുടെ കസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ കാസ്റ്റ് റിലീജിയനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇടുന്നവരായിരിക്കും. സോ അത് മാൻഡേറ്ററി ആണ്, നിങ്ങൾക്ക് അത് മാറ്റാൻ സാധിക്കില്ല എങ്കിൽ നിങ്ങൾ എക്സാമിന് 2 മണിക്കാണ് എക്സാം അല്ലേ, അപ്പം ഈ 2 മണിക്ക് എക്സാമിന് നിങ്ങൾ പോകുന്നതിന് മുമ്പ്, അതായത് ഏകദേശം 2 മണിക്കൂർ മുമ്പ്, ഓക്കെ, അതായത് കൃത്യം 12 മണിക്കെങ്കിലും, ഓക്കെ, 12 മണിക്കെങ്കിലും നല്ല 12 മണിക്ക് മുൻപ് നിങ്ങൾ അവിടെ ചെന്ന് എക്സാം സെൻറ്ററിലെ സൂപ്പർവൈസറെ നിങ്ങൾ ഇൻഫോം ചെയ്യണം. ഇത്തരം സാധനങ്ങൾ എനിക്ക് അഴിച്ചു മാറ്റാൻ അല്ലെങ്കിൽ എനിക്ക് ഇത് ഇല്ലാതെ എക്സാം ഹാളിലോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കണം 2 മണിക്കൂർ മുമ്പെങ്കിലും. സോ ഈ ഒരു ടൈം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ചെന്ന് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കിപ്പം അറിയാം, നമ്മുടെ എക്സാം ഹാളിലോട്ട് 1:30 ശേഷം ആരും എൻട്രി ഉണ്ടാവത്തില്ല. സോ 1:25 ചെന്നിട്ട് എനിക്കിതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അംഗീകരിക്കില്ല. അത്തരം സിറ്റുവേഷൻസ് ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കരുത്. അത് വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുത്തും. ഓക്കെ, യെസ്. പിന്നെ നെക്സ്റ്റ് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ എന്താ പറയുക ഡോക്യുമെൻറ്റ്സ്, മെഡിക്കൽ രേഖകൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതും ഈ പറയുന്നത് പോലെ കുറച്ച് സമയം മുന്നേ കൂട്ടി സൂപ്പർവൈസർ അറിയിക്കുകയും കൃത്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള രേഖകളെല്ലാം നിങ്ങൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് വെള്ളമാണെങ്കിലും അതുപോലെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എക്സാം ഹാളിലോട്ട് കയറ്റാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ വാച്ച്, സമയം നോക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള ഒരു ഡിവൈസ് നമ്മൾ കൊണ്ടുപോകേണ്ടതില്ല. എല്ലാ എക്സാം സെൻറ്ററിലും എക്സാം ഹാളിലും നിങ്ങളിരിക്കുന്ന എല്ലാ എക്സാം റൂംസിലും കുട്ടികൾക്ക് വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ ക്ലോക്കുകൾ ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ് NTAയുടെ റൂള്. അതുകൊണ്ട് തന്നെ എല്ലാ റൂമിലും എല്ലാ കുട്ടികൾക്കും കാണുന്ന രീതിയിൽ ചെറിയ എന്താ പറയുന്നത് അലാം വെക്കുന്ന കുഞ്ഞു ക്ലോക്കൊന്നുമല്ല, വലിയ ക്ലോക്ക് എല്ലാ റൂംസിലും ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർവൈസറെ അറിയിക്കേണ്ടതുണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. സോ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമയം നോക്കാനായിട്ട്. ഇനി ഡെഫിനറ്റ്ലി നിങ്ങൾ ഓരോ അരമണിക്കൂറിലും അവർ ബെല്ലടിച്ച് ഇൻഫോം ചെയ്യും. എല്ലാ അനൗൺസ്മെൻറ്റ്സും പ്രോപ്പറായിരിക്കും. അവസാനത്തെ 5 മിനിറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വാച്ചില്ലല്ലോ, എനിക്ക് സമയം നോക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു തരത്തിലുള്ള ടെൻഷനും ഒരു കുട്ടിക്കും വേണ്ട. നിങ്ങളുടെ സമയം എന്താ പറയുന്നത് അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് സമയം കാണാവുന്ന എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വാച്ചോ അല്ലെങ്കിൽ സമയം നോക്കുന്ന രീതിയിലുള്ള ഒരു സാധനവും നിങ്ങൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. ഓക്കെ, ആൻഡ് യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ റിലീജിയനായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് എക്സാം റൂമിലോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2 മണിക്കൂർ മുമ്പേ ആരെ പോയി കാണണം? യെസ്, എക്സാം സെൻറ്ററിലെ സൂപ്പർവൈസറുടെ അടുത്ത് പോയി എല്ലാ തര കാര്യങ്ങളും നിങ്ങൾ അവരെ അറിയിക്കുകയും എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എൻട്രി ഉള്ളൂ. ആൻഡ് ഡെഫിനറ്റ്ലി ഈ 1:00 നിങ്ങൾക്ക് കയറേണ്ട എക്സാമിന് 1:25 1:15 വന്നിട്ട് ഓക്കെ ഇതൊക്കെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ മിക്ക സാഹചര്യങ്ങളും അവരത് എതിർക്കാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ മുമ്പ് അത്തരം സാഹചര്യങ്ങളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 2 മണിക്കൂർ മുമ്പ് പോയി കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും ശ്രദ്ധിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വേറെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്ക് ചില എന്താ പറയുന്നത്, നമ്മളിപ്പം എക്സാം ഹാളിലോട്ട് പോകുന്ന ഒരു മെറ്റൽ ഡിറ്റക്ടർ ത്രൂ ആണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്താ പറയുന്നത്, NTA റൂൾസ് അവർ ഫോളോ ചെയ്യും, നമ്മളും ഫോളോ ചെയ്യും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർക്ക് കുറച്ച് പിടിവാശി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ സാഹചര്യങ്ങളിൽ പരമാവധി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നിങ്ങൾ യെസ് പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെങ്കിൽ ഇത് അവർക്കും ഇത് ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇത് ഇൻവിജിലേറ്റ് ചെയ്യുക, ഇത് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി. ഓക്കെ, സോ അത് എത്ര മനോഹരമാക്കി ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം എന്താ പറയുന്നത്, എല്ലാവരുടെയും സൗകര്യം കൺസിഡർ ചെയ്തിട്ട് എത്രത്തോളം മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമോ അത് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യും. സോ അതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പം പറയുന്ന NTA റൂൾസിലൊന്നും ഇല്ലാത്തതായിരിക്കാം. ഈവൺ ദോ ആ സമയത്ത് നമ്മളൊരു ഫൈറ്റിന് നിൽക്കാതെയോ, അല്ലെങ്കിൽ ഇത് NTA റൂളില്ലല്ലോ, അങ്ങനെ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ നിയമ സാധ്യതകൾ നോക്കേണ്ട സമയമല്ല. നമ്മുടെയാണ് എക്സാം, നമ്മുടെയാണ് ഫ്യൂച്ചർ, നമ്മളാണ് എക്സാം എഴുതാൻ പോകുന്നത്. സോ ഏറ്റവും നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടെ ചിന്തിക്കാൻ പറ്റുന്ന നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റും ഉണ്ടാകേണ്ടത്, നല്ലൊരു ആംബിയൻസ് നമുക്ക് ചുറ്റും ഉണ്ടാവേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. ഇത് നിങ്ങളുടെ ഭാവിയാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവർ ശാഠ്യം പിടിക്കുന്നു, അല്ലെങ്കിൽ ഇത് NTA നിയമത്തിലുള്ളതല്ല, അവരിങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ, കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസോ ഒന്നും നമ്മളെ ബാധിക്കരുത്. നമ്മുടെ എക്സാമിന് നമുക്ക് നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ആരും അത്തരം പ്രശ്നങ്ങളിലോട്ടൊന്നും പോകരുത്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ നിയമ നടപടികൾ നോക്കാതെ കൃത്യമായിട്ട്, അത് നിങ്ങൾക്ക് വേണ്ടിയും കൂടെയാണ്, നിങ്ങൾക്കൊരു പോസിറ്റീവ് ആംബിയൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് എക്സാമിന് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫുഡിൻ്റെ കാര്യം, അത് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഈ പറയുന്ന പോലെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന അനുബന്ധപ്പെട്ട രേഖകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ ഡ്രസ് കോഡാണ്. ഡ്രസ് കോഡ് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് താഴെയുണ്ട്. സോ ആ ലിങ്ക് വായിച്ച് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. എല്ലാ ടൈപ്പ് കാര്യങ്ങളും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും, ഫ്രണ്ട്സിനും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അവർക്ക് അത് അയച്ചു കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ആൻഡ് വേഗം ടെലഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്തൊക്കെ നോക്കാം. സോ യെസ് ഗൈസ്, വീണ്ടും മനോഹരമായിട്ടുള്ള വീഡിയോകളായിട്ട് പിന്നെയും കാണാം. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ്. ഓൾ ദി ബെസ്റ്റ്.